കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ച രാഷ്ട്രീയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാധ്യമങ്ങളിൽ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം നിങ്ങൾക്കറിയാം. 10 വർഷക്കാലം കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും വലിയ രീതിയിൽ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ പോരടിച്ച് മല്ലടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കേരളത്തിൽ UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്നത്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. 15-19 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നിയമ കലാലയത്തിൽ KSUക്കാർക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലാതിരുന്ന ഒരു ക്യാമ്പസിൽ വലിയ രീതിയിലേക്കുള്ള SFIയുടെ മർദ്ദനങ്ങളെയും കൊടിയ പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ KSU സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എൻ്റെ പ്രവർത്തകർ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ സർക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടുന്ന ഒരു സർക്കാരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കൂടി സർക്കാരാണിത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന നല്ല വലിയ പ്രതീക്ഷയുടെ കേരളത്തിന്റെ പൊതുസമൂഹം ഈ സർക്കാരിനെ നോക്കിക്കാണുമ്പോൾ ഈ സർക്കാർ ഓരോ ദിവസം ദിനംപ്രതി വലിയ രീതിയിൽ മികച്ചു വരണമെന്ന ആഗ്രഹമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനുമുള്ളത്. ആ വികാരത്തോടു കൂടി ഞാൻ ചേർന്ന് നിൽക്കുന്നു. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.